മാന്നാറിൽ 22-കാരിയെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിക്ക് 12 വർഷം തടവ്. ബന്ധുവായ സുരേഷ് കുമാറിനെയാണ് കോടതി ശിക്ഷിച്ചത്. ആതിരയുടെ അയൽവാസിയും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയുമായ കരിയിൽക്കളത്തിൽ സുരേഷ് കുമാറിനെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് 12 വർഷം തടവും 1,20,000 രൂപ പിഴയും ചെങ്ങന്നൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിധിച്ചത്. 2018 ഫെബ്രുവരി 13-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അയൽവാസിയും ബന്ധുവുമായ സുരേഷുമായി ആതിര അടുപ്പത്തിലാണെന്നറിഞ്ഞ മാതാപിതാക്കൾ ഭാര്യയും കുട്ടികളുമുള്ള സുരേഷുമായുള്ള ബന്ധം വിലക്കുകയും തുടർന്ന് ആതിരയ്ക്ക് മറ്റു വിവാഹാലോചനകൾ നടത്തുകയും ചെയ്തു. ആതിരയെ മറ്റാരെങ്കിലും വിവാഹം ചെയ്തു പോകുന്നതിനുള്ള വിരോധത്തിൽ മാതാപിതാക്കൾ ശിവരാത്രി മഹോത്സവത്തിന് ക്ഷേത്രത്തിൽ പോയ സമയം പ്രതി സുരേഷ് ആതിരയെ ഫോണിലൂടെ നിരന്തരം ഭീഷണിപ്പെടുത്തി സാരിയിൽ കുരുക്കിട്ട് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചുവെന്നാണ് കേസ്. അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം പോലീസ് കേസെടുത്തിരുന്നത്. തുടർന്ന് 2018 ഫെബ്രുവരി 14-ന് ആതിരയുടെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന വേളയിൽ സുരേഷിന്റെ പ്രേരണയിലാണ് ആതിര ആത്മഹത്യ ചെയ്തതെന്ന് നാട്ടുകാർ മൊഴി നൽകിയതോടെ അന്വേഷണം സുരേഷ് കുമാറിനെ കേന്ദ്രീകരിച്ച് നടന്നു. അന്നത്തെ SI ആയിരുന്ന ശ്രീജിത്ത് കെയുടെ നേതൃത്വത്തിൽ പോലീസ് സുരേഷിനെ ചോദ്യം ചെയ്തു. അന്വേഷണത്തിൽ 33 തവണ സുരേഷ് ആതിരയുടെ ഫോണിൽ സംസാരിച്ചതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചു. സുരേഷിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ആതിര മരിച്ച ദിവസം ആതിരയും സുരേഷുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ സുരേഷിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. അന്ന് സുരേഷിന്റെ പ്രേരണയിലും ഭീഷണിയിലുമാണ് ആതിര ആത്മഹത്യ ചെയ്തതെന്ന് ബോധ്യപ്പെടുകയും സുരേഷിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. ഇടയിൽ ജാമ്യം കിട്ടിയ പ്രതി ഒളിവിൽ പോയിരുന്നു. ശിക്ഷാവിധിക്കായി കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്ന പ്രതിയെ പത്തനംതിട്ടയിൽ നിന്ന് പിടികൂടി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. മാന്നാർ SHO അഭിലാഷ് MC, CPOമാരായ ഫിർദൌസ്, അൻസാർ, നിസാം എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 24 ആലപ്പുഴ.